ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് ഈ ഒരു പോയിന്റിൽ ഉപേക്ഷിക്കാനായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ ഈ ഒരു പെയിൻറ്റിങ് ഞാൻ ഇവിടെ മുതലാട്ടോ സ്റ്റാർട്ട് ചെയ്തേ. ഇത് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചത് ഈ പാറ്റേൺസ് ആണ് ഈ ചിത്രത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. പക്ഷെ കുറച്ചങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നല്ല സ്പീഡിൽ എനിക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചു. ഇതൊരു സാരി ആണ് വരുന്നത്. ഇത്രയും ഭാഗം നീറ്റായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്കിൻ ടോൺ ചെയ്തപ്പോൾ വിചാരിച്ചു സ്കിൻ ടോൺ ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. കാരണം സ്കിൻ ടോണിൻ്റെ മുകളിലൂടെ മൈലാഞ്ചി മെഹന്തി ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ കൈ വരച്ചപ്പോൾ കുറച്ചും കൂടി എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. വീണ്ടും ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് വീണ്ടും ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ ഓവറോൾ നോക്കുന്ന സമയത്ത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, വിചാരിച്ച പോലെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നല്ല ടഫായിട്ട് എനിക്ക് തോന്നി. കാരണം മെയിനായിട്ടും ഇതിൽ ഒരു സിൽക്കിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ്, ഡ്രസ്സാണുള്ളത്. അതിൽ ചുളിവുകളുണ്ട്, അല്ല അതിന് തിളക്കമുണ്ട്. കൂടാതെ അതിലൊരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട്. ഈ ത്രെഡ് വർക്കിന് ചെറിയ ഷൈനിങ് ഉണ്ട്, അതൊരു 3D എഫക്റ്റിൽ വരുന്നത്. ഇത്രയും ഭാഗം ഞാൻ നല്ല ടൈം എടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ഫുള്ളും റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് മിനിമലായിട്ടേ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ഭാഗമാണ് വെരി ചലഞ്ചിങ്. ഞാനിത് ചെയ്ത സമയത്താണ് ഇത് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പടം എടുത്താലോ എന്ന് ആലോചിച്ചത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ ഒരു ഭാഗം ചെയ്യുമ്പോഴും ബാക്കി ഭാഗങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അതുപോലെ തന്നെ ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തെന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റോപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയും ഭാഗം നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചത്. സോ നമുക്ക് ഇതുപോലെ ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ ഓവർകം ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. ഈ ഒരു ഭാഗവും ഞാൻ കൃത്യമായിട്ട് വരച്ച് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.